എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വേദന സംഹാരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസാണത്. ഇത് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ചുക്ക് പൊടിച്ചത്, അയമോദകം പൊടിച്ചത്, പച്ചക്കർപ്പൂരം പൊടിച്ചത്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ്. അതിന് ഞാൻ ഇരുമ്പ് ചട്ടിയാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പാത്രം വെച്ച് ഒരു പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ പരന്ന പാത്രം ആയതുകൊണ്ട് പരന്നു പോകുന്നതാണ്. നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെളിച്ചെണ്ണയും കൊടുക്കുക. ഇൻഗ്രീഡിയൻസും അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട്, ഇത് പൊടികളല്ലേ, അതുകൊണ്ട് നല്ലോണം ചൂടായിട്ട് മാത്രം പൊടികളിട്ട് കൊടുക്കുക. അത് ഏറ്റവും കുറവിൽ വെച്ചിട്ട് വേണം കേട്ടോ. തീ ഏറ്റവും ഫ്ലെയിം കുറവിൽ വെച്ചിട്ട് വേണം പൊടികളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ടാണ് പൊടികളിട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഒന്നുകൂടി ചൂടാക്കി എടുക്കുക. പൊടിയായതുകൊണ്ടാണ്. മുഴുവനെ ആണെങ്കിൽ നേരത്തെ എടുത്ത് കൊടുക്കാം. ഇത് അയമോദകം. എല്ലാ വേദനകൾക്കും, സന്ധിവേദനയ്ക്കും ഒക്കെ ഏറ്റവും അത്യുത്തമമായിട്ടാണ് ഉള്ളതാണ് അയമോദകം. ചുക്കുപൊടി നമുക്കിടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി, ഉലുവ മുഴുവനായിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഉലുവ നിങ്ങൾക്കറിയാലോ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. മഞ്ഞൾ, ഇതിൻ്റെ ഒരു കുർക്കുമിൻ എന്നൊരു ഔഷധമുണ്ട് ഇതിനകത്ത്. എല്ലാത്തിനും അത്യുത്തമമായിട്ടുള്ള വേദന സംഹാരിക്കും. ഞാൻ പിന്നീട് കുറച്ച് കുരുമുളകാണ് കേട്ടോ, ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഇത്ര വേണമെന്നില്ല, ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും, അധികം വേണ്ട. ഇത് പച്ചക്കർപ്പൂരം പൊടിച്ചതാണ്. ഇതൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും തന്നെ. ഉലുവയും അതും അങ്ങനെ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ കാച്ചിനയിലിട്ടാൽ നല്ലൊരു മണമായിരിക്കും. ഇതും അതുപോലെ തന്നെയാണ്. എല്ലാം കൂടി ഇട്ട് കൊടുക്കും. എനിക്ക് ഈ വേദനകളുള്ളത് കൊണ്ട് ആണ് കേട്ടോ ഞാനിത് ചെയ്യണത്. എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം. മുട്ടുവേദനയ്ക്ക്, സന്ധിവേദനയ്ക്ക്, ഞരമ്പ് സംബന്ധമായ നീർക്കെട്ടുകൾ കാര്യങ്ങൾക്കൊക്കെ ഇതിനും നല്ലതാണ് കേട്ടോ. ഈ അയമോദകം അതിൽ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ വാതത്തിനും സന്ധിവേദനകൾക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ അധികം കരിയേണ്ട ആവശ്യമില്ല, പൊടികളായതുകൊണ്ട്. വെളിച്ചെണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നതല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് നഷ്ടമുള്ള കാര്യമൊന്നുമില്ല. ചെയ്ത് നോക്കിയിട്ട് എല്ലാ വേദനകളൊക്കെ കുറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആസ്പത്രിയിൽ പോകാനും ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാനൊക്കെ പോകണ്ടല്ലോ. പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ വേദനകൾ വന്നപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. ഇത് അധികം നേരം തീ കത്തി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപ്പം ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, പൊടിയായതുകൊണ്ടേ പെട്ടെന്നാവും. പിന്നെ ഞാനിത് ഓഫ് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് അരിച്ചെടുക്കാം. അധികം ചൂടാറി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അരിച്ചാൽ കിട്ടില്ല. ചെറിയ ചൂടിൽ തന്നെ അരിച്ചെടുക്കണം. ഇത് കുറച്ച് ചൂടാറിയിട്ട് കിട്ടാൻ ഞാനിത് ഒരു ചില്ലുകുപ്പിയാണ്. ചില്ലുകുപ്പിയിലേക്ക് നേരിട്ട് ഒഴിക്കുകയാണ്. പൊട്ടൊന്നറിയില്ല, നോക്കട്ടെ, ഒഴിച്ചു നോക്കട്ടെ. പൊട്ടിയൊന്നുമില്ല കേട്ടോ. കുറച്ച് ചൂടാറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
എന്തായാലും ചില്ലുകുപ്പി തന്നെ ഒഴിച്ച് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം നല്ല ഗുണമുള്ള സാധനങ്ങളാണല്ലോ, അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യണതാണ്. ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച് മടുത്തു, അതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.